കാണില്ലല്ലോ. കിട്ടി കാളകുടം. ഇന്ന് സേവ നാടൻ വേണോ സായിപ്പ് വേണോ? സായിപ്പ് മതി. എന്റെ ഉത്രാളി കാവിലമ്മേ, എന്നോട് ഒരു ദേഷ്യം തോന്നരുതേ. എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാം മണി ഇവിടുത്തെ ആരാ? ഇല്ലത്തെ ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം. അതുകൊണ്ട് കെട്ടിച്ചുമന്ന് കൊടുക്ക തന്നെ. അയ്യോ, തമ്പുരാന് തൊട്ടുകൂട്ടാനുള്ള മീൻ അവിടെ പോയി? നെല്ലിന്റെ ചൂടുകൊണ്ട് ചാടി ഇറങ്ങിപ്പോയോ മത്സ്യം? ഓ ദൈവമേ, കിട്ടി നിറപറ ചെമ്മീനച്ചാറ്. കടലിന് കിട്ടിയ അമൃത കൊമ്പല്ലേ, പത്തായത്തി പൂഴ്ത്തി വെക്കാൻ. എന്താ ദുർമേധസിന്റെ ഒരു ഒച്ച. പട്ടാമ്പാള് പോലും തോറ്റുപോകും. ഭഗവാനെ, വാങ്ങിയ പടവുമ്പിലേക്ക് വെക്കാ. ശംഖം സചക്രം സഗദം സപത്മം ശംഖം സഖഡ്ഗം സശതം സവേദം ശംഖം സചക്രം സഗദം സപത്മം ശാർഘം സഖഡ്ഗം സശതം സവേദം. കണ്ടില്ലേ, നീച ജാതിയ. ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണമെന്ന് ചെയ്യിച്ച മാരണ. ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? നിങ്ങൾ ആരും കണ്ടില്ലേ? ഇല്ല. ആരാ ഇത് ചെയ്തത്? ഇത് ചെമ്പ്രേന്ന് വിട്ടത് തന്നെയാ, സംശയം വേണ്ട എടുത്തി. പുലർച്ചെ ഞങ്ങളെ വിളിച്ചുണർത്തി സാധനം കുളത്തിന്റെ എവിടെ കിടക്കണമെന്നുള്ള സ്ഥാനം വരെ പറഞ്ഞു നടന്നു മാധവൻ. ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ. മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിലിരുന്ന് അറിഞ്ഞിരിക്കണു. അതിന്റെ അർത്ഥം അല്ലേ പാറു? അത് തന്നെയാ എടുത്തി. ഇനി കുഞ്ഞുണ്ണിനെ കുറച്ച് സൂക്ഷിക്കണം. ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത്. 2 ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട. തൽക്കാലം ഇതിവിടെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക. ഇനി ഉണ്ടാവും ഈ ജാതി പല മാരണങ്ങളും ഈ ഇല്ലത്ത്. എടുത്ത് നട കടലിൽ കൊണ്ട് താഴ്ത്തണം. എന്റെ 2 മക്കളെയും കാത്തോണേ എന്റെ കൃഷ്ണ. അഭിഷ്ടം അഭിഷ്ടം. കഷ്ടം. എന്ത് കഷ്ടം? ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലെ ഒഴുക്കാന്ന് പറയായിരുന്നു. ഇനി നീ അന്ന് ഗംഗയിലൊന്നും കൊണ്ടുപോയി ഒഴുക്കണ്ട. നമ്മുടെ ഈ തൂതപ്പുഴയിലൊന്നും മുങ്ങിയാ മതി. ഈ പാവത്തിന് അതൊക്കെ മതി. അല്ല, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ എടുത്ത് അടിക്കുന്നു. ഇത് കാലിയല്ല. കുടിച്ചാ കാലിയാവും. താനേ നിറയാൻ അക്ഷയപാത്രം ഒന്നല്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം തിങ്ക് ചെയ്യാം. ഒരു ചെയിൻ വാങ്ങി നിന്റെ കഴുത്തിലിട്ടാലോ? ചെയിൻ മീൻസ് താലി. അയ്യടാ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും നീ എന്റെ വൈഫ് ആകുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ തട്ടുമ്പോൾ ഒരു ഷാപ്പാക്കാം. പട്ടായ് ഷാപ്പ്, മധുശാല. നീ ഇവിടത്തെ മധുബാല. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വീണു മൂക്കിട്ടും കുടിച്ചിട്ട് ഓരോരോ. എന്നിട്ട് നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്ക്. താജ്മഹലാണ്, താജ്മഹൽ. താജ്മഹൽ എന്താ ഒരു ഭംഗി. എന്റെ താജ്മഹൽ ഇഷ്ടായില്ലേടി മുംതാസേ? ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. തുളസിയേ, നീ എന്താടി ഇങ്ങനെ കണ്ണു പിടിച്ചു നോക്കണേ? എന്താടി വട്ടിയില്? ബാക്കിയിരുന്ന നെൽവിത്ത അവലടിക്കാൻ പെണ്ണുങ്ങളും ഒന്ന് നിക്കണു. പെണ്ണുങ്ങളിടിക്കാൻ അവലും കതിരിപ്പഴവും കൂട്ടി കഴിച്ചിട്ട് ഇശി കാലായി. നിക്ക. ആ ഊര് തണ്ടി വന്നൂല്ലേ? ഉണ്ണിയോട്ടിന് ഊര് കണ്ടാൻ പോയതൊന്നും അല്ല, പഴയ ഇല്ലെന്ന് നോക്കാൻ പോയതാ. കുഞ്ഞുണ്ണിയെ ഊരുതണ്ടിന്ന് വിളിച്ചത് കുട്ടി അങ്ങനെ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ മൂക്ക് കാന്താരിമുളക് പോലെ അവിടെ ചുവന്നത്? ഇതെന്താ ഇവിടെ ഒരു ദുർഗന്ധം? അത് ഞാൻ നല്ല നാറ്റുണ്ടല്ലോ തുളസി. അമ്പലവാസി കൂട്ടുള്ള അടുത്ത് വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരണി? എന്താ അവിടെ ഒരു ജാതി മണം? അശ്രീകരം. ശുദ്ധവും വൃത്തിയില്ല. എടുത്തി വരിക. മാറി നിക്ക. എന്തൊക്കെയാണാവോ? കൃഷ്ണ കൃഷ്ണ. എനിക്ക് മനസ്സിലാവുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം. കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ. അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ. എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം.
മത്സ്യഗന്ധി തട്ട് കെട്ടിലമ്മ. ഇവിടുന്ന് തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നാലേ ഒരു ENT ആസ്പത്രി ഉണ്ട്. അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കേടും മാറ്റിത്തരും. വേണോ എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എടി കള്ളി, കുഞ്ഞുണ്ണി നിന്നെ എടുത്തോളും. ഓ നമ്മൾ എന്താ ചെയ്യാ എന്റെ പാർവതിയെ? ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ. അതിലാ ഹരം എന്റെ ചട്ടമ്പിക്ക്. ആരെയും പേടിയില്ലല്ലോ, സ്വന്തം ഏട്ടനെ പോലും. അവൻ ഉറങ്ങിക്കോട്ടെ പതുക്കെ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? അമ്പട കള്ള, നീയും ഉറങ്ങിയിട്ടില്ല, ഉറക്കം തനിച്ച് കിടക്കല്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? നമ്മുടെ കാർന്നോന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാ നിയമം. ആരുണ്ടാക്കിയ നിയമം? നമ്മുടെ പഴയ കാരണവന്മാരായിട്ട് തന്നെ. പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥയെങ്കിലും പറയണം. സാധിക്കോ? അമ്മയ്ക്കോ ചിറ്റശിക്കോ ആർക്കെങ്കിലും? എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ? വിശക്കനുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ. എന്റെ മാധവാ, അതിനും ഏട്ടനെ തന്നെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. മത്സ്യഗന്ധി നാറും, മീൻ വിളമ്പിയ നാറും. അതെങ്ങനെയാ? ഒടുക്കത്തെ ഒരു കള്ളുകൂടിയല്ലേ? ആദ്യ പിടിച്ച് ഞാൻ ചാവുള്ളൂ. ഈശ്വര. തുളസി, വിന വിതച്ചാൽ വിനയേ കൊയ്യൂ തുളസി. തിന്ന ചോറിന് നന്ദി കാട്ടാൻ വാലാട്ടി നടക്കല്ലേ നീ? ആ നേരം 10 തുളസിമാല തൃത്താലപ്പിന് കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക്. അങ്ങനെ ഇനി എന്നെ കള്ളിന് കാവലിരുത്തണ്ട. കൊണ്ടുവാ കള്ളു ഉപ്പി അച്ചാറൊക്കെ, നെല്ലി പൂർത്തി വെച്ച് പഴുപ്പിക്കാൻ. ഇതിവിടെ വെച്ചത് ആരാ? നാശം. 2 ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട. തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് വെക്കുക. കാലം മാറി പിഷാരടി. നമ്പൂരാരുടെ ദഹനപ്പരെ കിടന്നറിയിക്കാൻ ഇനി ഷാരത്തെ പെൺകുട്ടികളെ കിട്ടില്ല. നാട്ടിലൊക്കെ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് അത്ര നല്ലൊന്നല്ല കേക്കണേ. ഇല്ലത്തെ ഉണ്ണിയുടെ വിളിക്ക ആ കേമിയെ. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛൻ കേട്ടില്ലേ അയാൾ എന്നെ കുറിച്ച് പറയണത്? നിക്ക് കല്യാണം വേണ്ട, നിക്ക് ഒരു ചെക്കണി കാണണ്ട. ഒറ്റയടി അങ്ങോട്ട്. ഒരു ഒഴിവൊഴിവും പറയണ്ട. മര്യാദയ്ക്ക് കാപ്പിയായിട്ട് കോലാലേക്ക് വന്നോളാ നീ. ഷാരത്തായ ഷാരങ്ങൾ മുഴുവൻ തണ്ടി നിറങ്ങി എന്റെ ഉള്ളക്കാലം എടുത്തു. ഒരു കല്യാണം ഒത്തുവിട്ടാൻ അറിയോ നിനക്ക്? ഈ തുളസി ആരാന്ന് ഇന്ന് ഞാൻ കാട്ടിത്തരണുണ്ട്. മുട്ടാൽ മുളിക്കാത്ത നുണ പറഞ്ഞതിന് തരാൻ ഞാൻ. അമ്മാവൻ കാപ്പി കുടിച്ചില്ലല്ലോ. ഇല്ല ശിവരാമ, ചെളി കിടന്നാലും തങ്കം തങ്കം തന്നെയാണ്. ഇത് ദൈവദോഷം പറഞ്ഞ് പരത്തുന്ന ദ്രോഹി. ഇനി ഈ നാട്ടിൽ കണ്ട ചുട്ടതിനും തന്നെ ഈ തുളസി. സൂരി, കണ്ടോ നീ ഇത്?
വേണ്ട, എനിക്ക് കാണണ്ട. ദുഷ്ട പട്ടാഴിയിൽ ആണിനെ മയക്കിയെടുത്ത് അടിച്ചു തെളിക്കാരി. അവളിനിയും കണ്ണീര് വാർക്കണം. അവളുടെ ഒരു പഠിത്തം. ആ വനദേവതയ്ക്ക് വേണ്ടിയാണല്ലോ എന്റെ മോൻ വീണത്. കുഞ്ഞുണ്ണി നിന്നോട് കലഹിച്ചത്. അപ്പൊ ശിക്ഷയുടെ ഒരു ഓഹരി തുളസിക്ക് അവകാശപ്പെട്ടതാണ്. ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് ഒപ്പോസ്? അതെടാ, നിന്റെ തെമ്മാടി വാശി ഇവിടെ അവസാനിപ്പിക്കും. അവസാനിപ്പിക്കും ഇന്നും. അതിനു മുൻപേ നിന്നെ എനിക്കൊന്ന് അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. പോരെ? വേണ്ട, അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട്. ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത്? സൂര്യോ കീരിയോ? സൂര്യ മുകളിലുണ്ട്. കളി നിന്റെ കമ്പനിക്കാരോട് മതി. ഇത് റേഞ്ച് വേറെ മോനെ. തുടങ്ങി കുഞ്ഞുണ്ണേട്ടൻ. വാ. പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേ ഇത്? അന്നം തിന്നാനാലും ശരി, ആസനം കഴുകാനാലും ശരി, ഇനി ഇത് നിനക്ക് ഉപകരിക്കണം. ഇപ്പൊ നീ പൊയ്ക്കോ. മേലാൽ കോളേജിൽ എന്നല്ല ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും പെണ്ണ് നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ കൊടിയോടെ ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാടാ? ഓ പൂണൂരിട്ട സൂര്യമോനെ, പോടാ പോടാ. പോരെ. ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ. ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു. ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച, അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ഈ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമി ദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നുമില്ലല്ലോ? എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? 1 അല്ല 3 തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്. മറന്നുപോയോ? ഈ മണിയൻകോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ. രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ
ഗിരീഷൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. അച്ഛാ, അനുഗ്രഹിക്കണം. ശുഭമസ്തു.